Dear students, നമ്മൾ ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ് സെപ്പറേഷൻ, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് സെപ്പറേഷൻ ഇതാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്? ഈ പാർട്സ് ഓഫ് സ്പീച്ച് നോക്കാം. ഇൻ ഇംഗ്ലീഷ് വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 8 കാറ്റഗറി. ഇൻ ഇംഗ്ലീഷ് വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 8 കാറ്റഗറി. Names of this category are known as parts of speech. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വേർഡ് എഴുതിയാൽ അത് ഏതെങ്കിലും 8ൽ 1 കാറ്റഗറിയിൽ വരും. ആ കാറ്റഗറീസ് ഓഫ് വേർഡ്സ് അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നമുക്ക് 8 കാറ്റഗറി എന്താണെന്നും ഇംഗ്ലീഷിൽ ഏത് വേർഡ് കണ്ടാലും കാറ്റഗറൈസ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ കാറ്റഗറി നൗൺ ആണ്. ഇംഗ്ലീഷിൽ നൗൺ എന്നും മലയാളത്തിൽ നമ്മൾ അതിനെ നാമം എന്നും പറയും. വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ് that may be the name of a person, place, things or ideas. Name of a person. Example, Ramu is a noun word because that is the name of a person. അത് ഒരു പേഴ്സന്റെ നെയിമാണ്. Peravu, that is a name word because that is the name of a place. Kanu, that is a name word because that is the name of a place. Chair, that is name of a thing. Shirt, that is the name of a thing. These words are belongs to the category of noun because name of a person, name of a place, name of a thing. Marxism, communism, socialism, these are examples of ideas. Advaitam, that is the name of an idea. So we can say that, in simply we can say that noun is the name of a person, place, thing or idea. In simply that is a naming word. In Malayalam we can say നാമം. മലയാളത്തിൽ നമുക്കിതിനെ നാമം എന്ന് പറയാം. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യത്തെ കാറ്റഗറി നാമമാണ്, നൗൺ ആണ്. നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയെ നോക്കാം. രണ്ടാമത്തെ കാറ്റഗറി അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്താണ്? ഈ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്കതിനെ നാമവിശേഷണം എന്ന് പറയാം. ഒരു നാമത്തിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് നാമവിശേഷണം. Adjective is a word that qualifies a noun, that modifies a noun, that adds something to the meaning of a noun. Adjective is a word that adds something to the meaning of a noun. Example, boy is a noun. ആൺകുട്ടി എന്നത് ഒരു noun word ആണ്. എന്നാൽ സമർത്ഥനായ ആൺകുട്ടി, സ്മാർട്ട് ബോയ്. ഇവിടെ 2 വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്മാർട്ട്, 2 ബോയ്. സമർത്ഥനായ ആൺകുട്ടി. ഇവിടെ സമർത്ഥനായ എന്ന വാക്കിന് അർത്ഥം വരുന്നത് ആൺകുട്ടിയോട് ചേരുമ്പോഴാണ്.
So we can say smart is an adjective word. Flower, പൂവ്, that is a noun word. Red flower, ചുവന്ന പൂവ്. ഇവിടെ ചുവന്ന എന്ന വാക്ക് ഫ്ലവറിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നൗണിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അതാണ് adjective. What is an adjective? Adjective is a word that qualifies or modifies a noun. Okay. അപ്പോൾ നമുക്ക് adjective എന്താണെന്ന് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ adjective is a word that adds something to the meaning of a noun. നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം. മൂന്നാമത്തെ കാറ്റഗറി പ്രൊനൗൺ ആണ്. പ്രൊനൗൺ. മലയാളത്തിൽ നമുക്ക് ഇതിനെ സർവനാമം എന്ന് പറയാം. രാജു എന്ന വാക്ക് രാജുവിന് മാത്രമാണ് ശരി. ലീല എന്ന വാക്ക് ലീലയ്ക്ക് മാത്രമാണ് ശരി. ഫ്ലവർ എന്ന വാക്ക് ഫ്ലവറിന് മാത്രമാണ് ശരി. അപ്പോൾ ഒരു നാമം ആ സാധനത്തിന് മാത്രം ശരിയാകുമ്പോൾ എല്ലാത്തിനും പകരം രാജുവിനും രാമുവിനും അനിലിനും ബാബുവിനും ഒക്കെ അവൻ എന്ന വാക്ക് ഉപയോഗിക്കാം. അത് എല്ലാ ആണുങ്ങൾക്കും ശരിയാണ്. ഒരാളുടെ സ്വന്തമല്ല അവൻ, ഒരാളുടെ സ്വന്തമല്ല അവൾ, ഒരാളുടെ സ്വന്തമല്ല ദാറ്റ്. ഇങ്ങനെയുള്ള വാക്ക് ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന മറ്റു വാക്ക്. ആ നാമം ഉപയോഗിക്കാതെ ഇന്നലെ ഞാൻ രാജുവിനെ കണ്ടു, അവൻ എനിക്കൊരു പേന തന്നു. രാജു എനിക്കൊരു പേന തന്നു എന്ന് ഞാൻ പറയുന്നില്ല, അവൻ എനിക്കൊരു പേന തന്നു. അപ്പോൾ രാജുവിന് പകരമായി ഞാൻ ഉപയോഗിച്ച വാക്കാണ് അവൻ. മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ ഒരു പാമ്പിനെ കണ്ടു, ആ പാമ്പ് എന്നെ കടിച്ചു. ഇപ്പൊ രണ്ടാമത് ഒരു പാമ്പ് ആ പാമ്പായി മാറി. ലീല അവളായി മാറും, രാമു അവനായി മാറും, രാജുവും ലീലയും അവരായി മാറും. ഇങ്ങനെ ഒരു നാമത്തിന് പകരമായി നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റു വാക്ക് അവൻ, അവൾ, അവർ, അത്, അവ, ഇത്, ഇവ, ഞാൻ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പ്രൊനൗൺ എന്ന വിഭാഗത്തിൽപ്പെടും. Then we can say that what is a pronoun? Pronoun is a word that we use instead of a noun. What is the meaning of instead of? Instead of. Instead of. പകരമായി. What is the definition of the word pronoun? Pronoun is a word that we use instead of a noun. He, she, it, they, this, these, that, those. These are some of the examples of the word pronoun. Okay, നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സിനെ 8 കാറ്റഗറി ആയി തിരിക്കാമെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 കാറ്റഗറി നൗണുമായി ബന്ധപ്പെട്ടതാണ്. വൺ ഈസ് നൗൺ, നാമം. ദെൻ പ്രൊനൗൺ, നാമവിശേഷണം. ദെൻ പ്രൊനൗൺ 3 പറഞ്ഞു. അഡ്ജക്റ്റീവ്. These are the first 3 types of categories of words. Next class, നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാറ്റഗറീസിനെ കുറിച്ച് നോക്കാം.
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വേർഡ്സിനെ കാറ്റഗറൈസ് ചെയ്യൽ. അപ്പോൾ വളരെ നന്നായി പഠിക്കുക. നാമം, നൗൺ. നാമവിശേഷണം, അതായത് ഒരു നാമത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അഡ്ജക്റ്റീവ്, ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്നത്. ഈ വാക്കുകളെ കൃത്യമായി നിങ്ങൾ ഓർക്കണം. 8 എണ്ണവും പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു പ്രോസ് കിട്ടിയാൽ നമുക്ക് എല്ലാ വേർഡ്സിനെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. നോട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ട് നോട്ട് എഴുതണ്ട. നോട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ടായി തന്നെ വിട്ടുതരും. ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഗ്രാമറിന് വേണ്ടി നിങ്ങളൊരു നോട്ട് സംഘടിപ്പിക്കണം. ഓക്കെ, ആ നോട്ട് കിട്ടുമ്പോൾ നാളെ നോട്ട് കിട്ടും. അന്നേരം നിങ്ങൾ നോട്ടാക്കി എഴുതിയാൽ മതി. കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു.